ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിൽ ഒരു ഡെറിവേഷൻ ആണ് നോക്കുന്നത്. അതിൽ പ്യുവർ കപ്പാസിറ്ററിലൂടെ പോകുന്ന സമയത്ത് പ്യുവർ കപ്പാസിറ്ററിലൂടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എങ്ങനെയാണ്, കറണ്ട് എങ്ങനെയാണ്, അതിൻ്റെ നാച്ചർ എങ്ങനെയാണെന്ന് ഡിറൈവ് ചെയ്യാനാണ് നോക്കുന്നത്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ഓൺ ദ പ്ലേറ്റ് ഓഫ് എ കപ്പാസിറ്റർ. ഈ കപ്പാസിറ്ററിന് അക്രോസ് ആണ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. വി എന്ന് പറയുന്ന വോൾട്ടേജ്. സ്മോൾ വി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. വി എം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ. ദ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ഫസ്റ്റ്, then in its opposite direction. അപ്പോൾ വോൾട്ടേജ് ആയി. വോൾട്ടേജ് സ്മോൾ വി എന്ന് പറയുന്നതാണ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്ലൈഡ് വോൾട്ടേജ് അറ്റ് എ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. വി എന്ന് പറഞ്ഞാൽ വി എം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്. ഐ എന്ന് പറഞ്ഞാൽ സ്മോൾ ഐ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ വോൾട്ടേജ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വി എം സൈൻ ഒമേഗ ടി ആണ്. സൈൻ്റെ ഫംഗ്ഷൻ അനുസരിച്ചാണ് മാറുന്നത്. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ഓൺ ദ പ്ലേറ്റ് അറ്റ് എനി ഇൻസ്റ്റന്റ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ചാർജ് ആണെങ്കിൽ ക്യൂവിനൊരു സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്, യൂണിറ്റ് ഫാരഡേ ആണ്. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ സി വി ആണ്. ബി എന്ന് പറഞ്ഞാൽ സ്മോൾ വി ആണ് ഓരോ ഇൻസ്റ്റന്റിലും. സോ സി ആ വി സൈൻ ഒമേഗ ടിയെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡി ക്യൂ ബൈ ഡി ടി ആണ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിന് പകരം ആ ക്യൂക്ക് പകരം സി വി സൈൻ ഒമേഗ ടിയെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഡി ബൈ ഡി ടി ആയതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ കോൺസ്റ്റന്റ് ആണ് സിയും വിയും എന്ന് പറഞ്ഞു. അപ്പോൾ സിയും വിയും പുറത്തോട്ട് പോയി. ബാക്കി വരുന്ന ഡി സൈനൊമേഗ ടി ബൈ ഡി ടി, അതായത് സൈനൊമേഗ ടി ബൈ ഡി ടിനെ മാത്രമാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് കോസ് ഒമേഗ ടി ആണ് വരിക. ഒമേഗ എന്ന് പറഞ്ഞാൽ താഴെ പോവും, താഴെ വരും ഒമേഗ മാത്രം. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്തു, 1/ഒമേഗ ടി എന്നായി. താഴെയല്ല മുകളിലാണ് വരിക. ഒമേഗ ഇൻറ്റു, അതായത് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ശരിക്കും ഡെറിവേറ്റ് ചെയ്താൽ വരാൻ പോകുന്നത് ഈ ടേം അങ്ങ് പോയിട്ട് ഇവിടെ തന്നെ എന്ത് വരും, ഒമേഗ ടി വരികയാണ് ചെയ്യുക. ഒമേഗ ടി. അതിന് പുറമെ സൈൻ കോസൈൻ അല്ല, കോസൈൻ അല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോസ് ഒമേഗ ടി വരും. കോസ് ഒമേഗ ടി വരും. കോസ് ഒമേഗ ടി വരുന്നതാണ്. ഇതാണ് കോസ് ഒമേഗ ടി ആണ് നമ്മുടെ റിസൾട്ട് ആയിട്ട് വരാനായിട്ട് പോകുന്നത്. ആ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ വാല്യൂവിനെ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂവിനെ എങ്ങനെ അറേഞ്ച് ചെയ്യും, 1/ഒമേഗ ടി ആക്കിയിട്ട്, അതായത് മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ താഴെയുള്ള ഒരു ടേം ആക്കി മാറ്റാൻ വേണ്ടിയാണ് 1/ഒമേഗ സി എന്നാക്കുന്നത്. വി എമ്മിനെ വോൾട്ടേജ് മാത്രം അവിടെ നിർത്തിയിട്ട്, അപ്പോൾ അതിനെ നമുക്ക് മാക്സിമം വാല്യൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞ റിസൾട്ടൻ്റ് ആണ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് എഴുതാം. സോ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് 1/ഒമേഗ സി ആയിട്ട് എടുക്കാം. കറണ്ട് കാണാൻ വേണ്ടിയിട്ട് വി എം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, വി എം ഡിവൈഡഡ് ബൈ എക്സ് സി ചെയ്താൽ മതി. ഇത് റെസിസ്റ്റീവ് സർക്യൂട്ട് പോലെ തന്നെയായി. ഇപ്പോൾ ഇതിൽ വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ മീൻസ് എന്താ പറയുക, വി എന്ന് പറയുന്നത് വി എം സൈൻ ഒമേഗ ടി, ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ഡിറൈവ് ചെയ്തപ്പോൾ കിട്ടിയത് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അപ്പോൾ സീറോ ആവുമ്പോൾ എന്താവും, ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന വാല്യൂ 0 ആവുന്ന സമയത്ത് എന്തില്ല, വോൾട്ടേജ് ഇല്ല.
π/2 എത്തിക്കഴിഞ്ഞ ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, +π/2 ആണ്. +π/2 ആവുമ്പോൾ മാത്രമാണ്, അതായത് 0 നോക്കുക. ഇതിപ്പോൾ നമ്മളിവിടെ ഒമേഗ ടി ഈ പോയിന്റിനെ, ഇത് ഒമേഗ ടി ആണ് ഇവിടെ പോകുന്നതെന്ന് വിചാരിച്ചോളൂ. ടി എന്ന് എഴുതിയാലും ഒമേഗ ടി എന്ന് എഴുതിയാലും ഒക്കെ തന്നെ, അത് സെക്കൻഡിലായിരിക്കും, ടൈമിലായിരിക്കും. 0 സെക്കൻഡ്, 5 സെക്കൻഡ്, 10 സെക്കൻഡ്, മില്ലി സെക്കൻഡ്, 15 മില്ലി സെക്കൻഡ്, 20 മില്ലി സെക്കൻഡ് എന്നൊക്കെ പറയും. ഇവിടെ അതിന് പകരം ഒമേഗ ടി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ 0 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 0 ആണെങ്കിൽ സൈൻ 0 0 ആണ്, ഇ വി എന്ന് പറഞ്ഞ സാധനം 0 ആയി. അതേസമയം ഈ കറണ്ട് എന്ന് പറയുന്നത് 0 + π/2 വരും. 0 + π/2 വരും. അപ്പോൾ ആ സമയം 90 കൊണ്ടുണ്ടാവുന്ന ഒരു വാല്യൂ ഇവിടെ ഉണ്ടാവും. ഓക്കെ. അതേസമയം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും, 90 ആവുന്ന സമയത്ത് സൈൻ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സൈൻ 0 ആണ് 10, സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ആവുന്ന സമയത്ത് ഈ ഇവിടെ, അതായത് ഒമേഗ ടി 0 ആണ്, സൈൻ കറണ്ട് 0 ആണ്, പക്ഷേ വോൾട്ടേജ് മാക്സിമം ആണ്, വെറും പോസിറ്റീവ് വോൾട്ടേജ് ആണ് വരിക. ശരിക്കും പറഞ്ഞാൽ IM എത്ര ഉണ്ടോ അത്രയും വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 10 വോൾട്ട് കൊടുത്ത് 2 ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് 2 ഓം ആണെങ്കിൽ 10/2 5 ആംപിയർ കറണ്ട് വരും. അതുകൊണ്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേസമയം പൈ ആവുന്ന സമയത്ത് 90 ആവുന്ന സമയത്ത് π/2 എന്ന് പറഞ്ഞാൽ 90 ആണ്. 90 ആവുന്ന സമയത്ത് വോൾട്ടേജ് മാക്സിമം ആണ്, കാരണം സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആയി. പക്ഷെ 90 + 90 വന്നു ആർക്ക്, കറണ്ടിനെ സംബന്ധിച്ച്. 90 + 90 എന്ന് പറഞ്ഞാൽ 180 ആയി, 180 ആയി. അപ്പോൾ സൈൻ 180 എന്ന് പറയുന്നത് 0 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എപ്പോഴും കറണ്ട് എന്ത് ചെയ്യുകയാണ്, വോൾട്ടേജ് പോകുന്നതിൻ്റെ പിറകെയാണ്, ലീഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വോൾട്ടേജ് പോയിക്കൊണ്ടിരിക്കുന്നത്. വോൾട്ടേജിന്, ഇതാണ് വോൾട്ടേജ് അല്ലേ, വോൾട്ടേജിൻ്റെ പിറകെയിലാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് ലീഡ് ചെയ്യാണ്. കറണ്ട് എപ്പോഴും കറണ്ടിനെ പ്യുവർ കപ്പാസിറ്റർ ലീഡ് ഇറ്റ്സ് വോൾട്ടേജ്. ഇപ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് എടുത്ത് നോക്കാം. ആരാണ് മുന്നിലുണ്ടാവുക എന്നുള്ളത്, ആരായിരിക്കും മുന്നിലുണ്ടാവുക? ഇപ്പോൾ വോൾട്ടേജ് ഇവിടെ 0 ആണ്, പക്ഷെ ആ സമയം കറണ്ട് ഉണ്ട്, കണ്ടോ? ഒമേഗ ടി എന്ന് പറയുന്ന 0 ആവുന്ന സമയത്ത് വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് 0 ആണ്, പക്ഷെ കറണ്ട് ഉണ്ട്. അപ്പോൾ കറണ്ടാണ് എന്ത് ചെയ്യുന്നത്, മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് 0 ആവുന്ന സമയത്ത് വോൾട്ടേജ് പിറകെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്തും അതുപോലെയാണ് ചെയ്യേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.